അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടൊരു വിഷയം നമ്മളുടെ നമ്മളുടെ ഈ ജാതിവാദികളുടെ വിഷയത്തിലേക്ക് കിടക്കുന്നതിന്, ജാതി റോക്കറ്റ്സ് അവരുടെ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ, എന്തിനങ്ങനെ കൂട്ടിയൊക്കെ പറഞ്ഞു, ജാതി ബാണങ്ങളുടെ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം നമുക്ക് മുന്നേ പറയാനുണ്ട്. അതൊരു മരണവാർത്തയാണ്. ഒരു മരണവാർത്തയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഇസ്ലാമിനെ വലിച്ചഴക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക. പക്ഷേ സ്വാഭാവികമായിട്ടും അതിലും മതം കയറി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏത് മതമായിരിക്കും? ഏതൊരു വിഷയത്തിൽ ഒരു ഇസ്ലാമിൻ്റെ ഒരു എലമെൻ്റ് കടന്നു വരുന്നൊരവസ്ഥ ഉണ്ടാകുന്ന ആ ഒരു ഗതികേടുള്ള ഏതെങ്കിലും ഒരു മതം, അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ എലമെൻറ്റ് ചർച്ചയാക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഏത് വിഷയം എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുക എന്ന് പറയുന്നത് എത്രമാത്രം ഒരു അധപ്പതിച്ച ഒരു അവസ്ഥയാണെന്ന് ആലോചിക്കുക. ഒരു മതത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ 24 മണിക്കൂർ 24/7 365 ഡേയ്സ് എന്ന് പറഞ്ഞ മാതിരി ഇങ്ങനെ എയറിൽ ബഹിരാകാശത്ത് തങ്ങി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വളരെ അത്യപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ അത് അത്ര വലിയ പുതുമയുള്ള കാര്യമല്ല. അവർ തന്നെ പറയുന്നത് ഫിറാൻ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല, പിന്നെ ആരാണ്, അങ്ങനെ പല ആളുകളെയും പേരൊക്കെ പറയേണ്ടത്, അബൂലഹബ് വിചാരിച്ചിട്ട് നടന്നിട്ട് പിന്നെയാണോ ആരിഫ് ഹുസൈൻ എന്നാണ് ചോദിക്കണത്. അപ്പോൾ അവർ തന്നെ സമ്മതിക്കുകയാണ് കാലങ്ങൾക്ക് മുന്നേ തന്നെ എയറിലായിരുന്നു ബഹിരാകാശത്താണ്, ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഉള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും എയറിൽ തന്നെയാണ്, അവർക്കതിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ സംസാരിക്കുന്ന ആ ഒരു വാർത്ത എന്ന് പറയുന്നത് നമ്മളുടെ അഖില എന്ന് പറയുന്ന ആളെ നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവും. ഹാദിയ എന്നൊക്കെ പുതിയ പേരൊക്കെ ഇട്ട് വിളിച്ച് വലിയ ഡെക്കറേഷനൊക്കെ കൊടുത്ത് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഒരു വാർത്ത, ഒരു ദുഃഖവാർത്തയാണ് സംഗതി. അഖിലയുടെ അമ്മ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അറിയുന്നത്. ആളുകൾ മരണപ്പെടുന്നു, അതിൽ അനുശോചനം അർപ്പിക്കുന്നു, അതിനപ്പുറത്തേക്കൊന്നും അതിനകത്തേക്ക് ആരും ചർച്ച കൊണ്ടുപോകാറില്ല. പക്ഷേ അഖിലയുടെ വിഷയത്തിൽ ചില പ്രത്യേക സാഹചര്യങ്ങളുള്ള ഒരു വിഷയമായതുകൊണ്ട് സ്വാഭാവികമായിട്ട് അത് പത്രവാർത്തയാകുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അതിൽ പോലും ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ വീഡിയോയിൽ അതൊന്ന് പരാമർശിക്കാമെന്ന് വിചാരിക്കും. പെട്ടെന്ന് ക്യുക്കായിട്ട് നമുക്കതൊന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുകയാണ്. അതായത് ഈ മരണം സംഭവിച്ചിട്ട് ഇന്നലെയാണെന്നാണ് അറിയുന്നത്. അങ്ങനെ സംഭവിച്ച് ആ മരണവാർത്ത അഖിലയെ വിളിച്ച് അറിയിക്കുന്നു അച്ഛൻ. അപ്പോൾ അഖില വീട്ടിലേക്ക് വരുമെന്ന് ആദ്യം അറിയിക്കുന്നു. പിന്നീടാണ് പറയുന്നത് അത് വരുന്നില്ല എന്ന് പറയുകയാണ്. അതായത് സ്വന്തം അമ്മ മരിച്ചിട്ട് ഈ കേരളത്തിൽ തന്നെയുള്ള, നമ്മളിപ്പോൾ വല്ല ദുബായിലാണ്, അമേരിക്കയിലാണ്, എയറോപ്ലെയിൻ കിട്ടിയില്ല, അല്ലെങ്കിൽ മറ്റേ കാളവണ്ടിയുടെ ചക്രത്തിൻ്റെ ആണി പോയി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാം. ഇതൊന്നുമല്ല, ഭർത്താവ് വിട്ടില്ല. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഭർത്താവ് പോകണ്ട എന്ന് പറഞ്ഞു, അതുകൊണ്ട് പോകുന്നില്ല. ഓക്കെ അക്ക, ഞാൻ പോകുന്നില്ല. അമ്മ അല്ലേ മരിച്ച, അമ്മ ഇനിയിപ്പോൾ മരിച്ചാൽ എന്നാലും മരിക്കാനുള്ളതാണ്, ഇപ്പം മരിച്ചു അത്രയേ ഉള്ളൂ, ഞാൻ പണ്ടേ മരിക്കുന്ന വിചാരിച്ചത് എന്ന രീതിയിലായിരിക്കണം. എന്താണെന്നറിയില്ല, ഭയങ്കര സ്നേഹമാണ്. അപ്പം അങ്ങനെ ഏതായാലും അഖില വരുന്നില്ല എന്നാണ് അറിയിക്കുന്നത്. അപ്പം ഇത് കണ്ടപ്പോൾ എന്താണ്, അഖില സ്വന്തം മാതാവ് മരിക്കുമ്പോൾ, ഇവിടെ നമ്മളെയൊക്കെ വന്നിട്ട് മാതാവിനോട് സ്നേഹിക്കടാ, കാണടാ, നോക്കടാ എന്നൊക്കെ പറയുന്ന കുറേ കാക്കന്മാരുണ്ടല്ലോ, അവരോട് കൂടിയാണ് പറയുന്നത്. ഇസ്ലാമിൻ്റെ നിയമം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് പഠിച്ചിട്ട് പോവുക. ഇസ്ലാമിലൊരു നിയമം പറയുന്നത് എന്താണ്, അതിൻ്റെ ന്യൂവാൻസസിലേക്കൊക്കെ നമ്മൾ കിടക്കാം. പക്ഷേ അതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഇവിടെ എഴുതിയിട്ട കാര്യമാണ്. അതായത് ആണായ സ്വന്തം ബാപ്പ മരിച്ചാലും ഭർത്താവ് അനുവദിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവ് അനുവദിച്ചാൽ മാത്രമാണ് ഭാര്യയ്ക്ക് സ്വന്തം വീട്ടിൽ പോകാനുള്ള അനുവാദമുള്ളൂ. പിന്നെയാണ് വെറും പെണ്ണായ അമ്മ. ഇതാണ് ഇസ്ലാമിൻ്റെ ഒരു നിയമം എന്ന് പറയുന്നത്. അതായത് ഇതാണ് ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കീഴൊതുങ്ങലാണ്, സബ്മിഷൻ. ആളുകൾ പറയുന്നുണ്ട് ഇസ്ലാം സലാം എന്ന വാക്കിൽ നിന്നാണ്. അതൊന്നുമല്ല. ഇസ്ലാം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം കീഴൊതുങ്ങുക, സബ്മിഷൻ എന്ന് പറയുന്ന അർത്ഥമാണ് അവിടെ വരുന്നത്. അങ്ങ് അടിമപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരിക. എന്ന് വെച്ചാൽ അടിമത്തമാണ് ഇസ്ലാം. അതുപോലെ തന്നെ ഈ മതത്തെ പേപ്പട്ടി മതം എന്ന് വിളിക്കാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ്. സ്വന്തം അമ്മ മരിച്ചാലും പോകാൻ അനുവദിക്കാത്തൊരു മതം അത് ഇസ്ലാം അല്ലാതെ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അടുത്ത ദിവസം തന്നെ നമ്മൾ അതിനെതിരെ വീഡിയോ ചെയ്ത് പുറഞ്ചം വിമർശിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഏതായാലും അമ്മയ്ക്ക് ആദരാഞ്ജലി ഞാൻ ആദ്യമേ അർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ അതവിടെ വെക്കട്ടെ. കാരണം നമ്മുടെ വിഷയം അതിന് അപ്പുറത്തേക്ക് നിൽക്കുന്നൊരു കാര്യം കൂടി ആയതുകൊണ്ട് അത് പറയാന്നുള്ളതാണ്. നമുക്ക് ആ ദുഃഖത്തിൽ അലിഞ്ഞുകൊണ്ട് നമുക്ക് ഈ വിഷയത്തെ പറയാതിരിക്കാൻ കഴിയില്ല. സാധാരണ ആളുകൾ പറയുന്നത് ഇപ്പോഴാണോടാ ഇതൊക്കെ പറയണമെന്ന് ചോദിക്കും. ഇപ്പോഴേ ഇത് പറയാൻ പറ്റൂ, ഇത് പറയേണ്ട സമയത്തേ നമുക്കിത് പറയാൻ പറ്റുള്ളൂ. ചില വിഷയങ്ങൾ അങ്ങനെ തന്നെയാണ്. നിങ്ങളാണല്ലോ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് പറയരുത്, നിങ്ങളെല്ലാ കണ്ണന്തിരിവും കാണിക്കും, നമ്മളിതൊന്നും പറയാൻ പാടില്ല എന്നാണെങ്കിൽ അത് നിങ്ങൾ വല്ല പൂവനാപ്പള്ളിയിലും പോയി പറഞ്ഞാൽ മതി എന്ന് എനിക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ കണ്ണന്തിരിവ് കാണിക്കുമ്പോൾ ആലോചിക്കണം, ഇതിപ്പോൾ ചെയ്യരുത്, അവൾ പോട്ടെ എന്ന് ഈ അഖിലയുടെ ഭർത്താവ് വിചാരിച്ചില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ണന്തിരിവ് കാണിക്കാം, തെണ്ടിത്തരം കാണിക്കാം, തോന്നിവാസം കാണിക്കാം. അപ്പം നമ്മളത് വിമർശിക്കും, അതിലെ പോരായ്മ, അതിലെ തെറ്റ് നമ്മൾ ചൂണ്ടിക്കാണിക്കുക. അത് ഏത് വിഷയത്തിലും. നിങ്ങൾ ഹിജാബിട്ട കുട്ടിക്ക് 1ാം റാങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിച്ചു, അതെന്താ ഹിജാബ് ഇട്ടതുകൊണ്ടാണോ 1ാം റാങ്ക് കിട്ടിയത്? അല്ലെങ്കിൽ 1ാം റാങ്ക് കിട്ടി കുട്ടി ഹിജാബ് മാത്രമേ ഇട്ടിട്ടുള്ളോ, അതോ ജട്ടിയൊന്നും ഇട്ടിട്ടില്ലേ, അല്ലെങ്കിൽ ചുരിദാർ ഇട്ടിട്ടില്ലേ? അല്ല, അറിയാമല്ലാഞ്ഞിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ജട്ടി ഇട്ട കുട്ടിക്ക് 1ാം റാങ്ക് കിട്ടിയെന്ന് നിങ്ങൾ പറയൂലല്ലോ.
അപ്പോൾ പിന്നെ എന്താണ് ഹിജാബ് ഇട്ട കുട്ടിക്ക് 1 റാങ്ക് എന്ന് പറയുന്നതിൻ്റെ ആവശ്യം? ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ മറ്റൊരു കുട്ടി ഇതേപോലെ ഒരു മുസ്ലിം കുട്ടി ആത്മഹത്യ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഹിജാബ് ഇട്ട കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ആകെ പ്രശ്നം. ചേട്ടാ അപ്പോഴാണ് അത് പറയണതെന്ന് ചോദിച്ചു. ഇതാണ് പ്രശ്നം. അപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടി. ഇവിടെ എന്തിനാ ഇപ്പോൾ ഹിജാബിനെ കുറിച്ച് പറയുന്നത് എന്നല്ലേ നിങ്ങൾ എന്നോട് ചോദിച്ചത്? അതിനല്ലേ ഞാനന്നും ചോദിച്ചത്. റാങ്ക് കിട്ടുന്ന കാര്യം പറയുമ്പോൾ എന്തിനാണ് ഹിജാബിനെ കുറിച്ച് പറയുന്നത്? ആത്മഹത്യ ചെയ്ത് പരീക്ഷകൾ തോറ്റതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന കാര്യം പറയുമ്പോൾ എന്തിനാണ് അവിടെ ഹിജാബിൻ്റെ കാര്യം പറയണമെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ അതേ ചോദ്യം തന്നെയാണ് ഞാൻ നിങ്ങളോട് അന്ന് ചോദിച്ചത്. അതായത് ഹിജാബ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും പരീക്ഷയിൽ ജയിക്കാനുള്ളത് ജയിക്കും, തോക്കാനുള്ളത് തോക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അത് വലിയ പ്രശ്നമാണ്. അതിൻ്റെ പേരിലാണ് പറയുന്നത് ഇരവാദത്തിൻ്റെ ബാക്കിയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മളും തിരിച്ചു അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഹിജാബിൻ്റെ കുട്ടി ഈ പറയുന്ന പരീക്ഷയിൽ തോറ്റിട്ട് അവിടെ മരിക്കുമ്പോൾ ആത്മഹത്യ ചെയ്യുമ്പോഴും അവിടെയും നമുക്കത് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് അത് പറയുന്നത്. ലോല ഹൃദയന്മാർക്ക് അത് കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് അപ്പുറത്തെ ചാനലിൽ അവിടെ കളിക്കുടുക്ക പ്ലേ ചെയ്യുന്നുണ്ട്. അവിടെ എന്താണ് നമ്മുടെ ഏരിയ എന്നൊക്കെ പറയുന്ന മറ്റേ ചാനലുണ്ടല്ലോ, എന്താണ് പേര് മറന്നുപോയി, പോട്ടെ, നമ്മളത് കാണാറില്ല. നമ്മൾ വലിയ കൂടിയ സാധനങ്ങളെ കാണാറുള്ളൂ. അതുകൊണ്ട് കുട്ടികൾ അപ്പുറത്ത് പോയിട്ട് തപ്പുക. അപ്പോൾ അതാണ് നമുക്ക് പറയാനുള്ളത്. കുക്കറി ഷോക്ക് ഉണ്ടാവും കേട്ടോ, അതും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഇത് തന്നെയാണ്. ഈ ഒരു അവസരത്തിൽ തന്നെയാണ് ഇത് നമ്മൾ പറയുക. കാരണം നിങ്ങൾ കാണിക്കുന്നത് ഈ തരം തോന്നിവാസങ്ങളാണ്, തെണ്ടിത്തരങ്ങളാണ്. ഒരു അമ്മയോട് ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് പറയുമ്പോൾ ഇസ്ലാം ഭയങ്കര സ്നേഹമാണ്, സമാധാനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചിത്രം നിങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടാവും. അഖില അവിടെ സ്വന്തം അമ്മയുടെ കൂടെ സെൽഫി എടുത്ത് ഞാൻ സെൽഫി എടുത്തേ എന്ന് പറഞ്ഞൊരു ഫോട്ടോ ഇട്ടിരിക്കുകയാണ്. കണ്ടില്ലേ? മതം മാറിയാൽ അമ്മയോട് സ്നേഹം കാണിക്കുന്നു എന്ന് പറയുന്നത് എന്ത് വലിയ സംഭവമായിട്ട്. ഇസ്ലാം എന്താ പഠിപ്പിക്കുന്നത്? അതായത് നിങ്ങളുടെ മാതാപിതാക്കൾ ഈ പറയുന്ന കാഫിറുകളാണ് എന്നുണ്ടെങ്കിൽ, സത്യനിഷേധികളാണെന്നുണ്ടെങ്കിൽ, അവരെ നിങ്ങൾ രക്ഷിതാക്കളായിട്ട് നിങ്ങൾ കൂടെ കൂട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ അക്രമികളാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതാണ് ഈ ഖുറാനിൽ എഴുതി വെച്ച സംഗതിയാണ് ഈ പറയുന്നത്. ആയത്ത് പോയി തപ്പി പിടിക്കുക, ആയത്തിൻ്റെ നമ്പർ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഹൂറി പരാമർശം കിട്ടുന്നതായിരിക്കും. ആണുങ്ങൾക്ക് കേട്ടോ, പെണ്ണുങ്ങൾക്കൊന്നുമില്ല. അപ്പോൾ അത് നിങ്ങൾ ഒരു എക്സസൈസ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് അതിനെ മാറ്റി വെച്ചുകൊണ്ട് അവിടെ രക്ഷാകർത്താവായിട്ടൊന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല, പക്ഷേ സെൽഫിയൊക്കെ എടുക്കാം എന്നാണ് സത്യത്തിൽ ആ ഫോട്ടോ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ അന്ന് ചോദിച്ചു, എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഈ പറയുന്ന സ്വന്തം മാതാപിതാക്കളുടെ വീട്ടിൽ പോയി ഇതുപോലെ ഒരു സെൽഫി എടുക്കാനുള്ളൊരു അവസരം ഉണ്ടോ? കാരണം ഈ വീട്ടിൽ നിന്ന് ഈ ബാപ്പയും ഉമ്മയാണല്ലോ അടിച്ചിറക്കുന്നത്. നമുക്കിപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ലിയാക്കത്തിൻ്റെ തന്നെ അവസ്ഥ എടുക്കുക. ലിയാക്കത്തിൻ്റെ സ്വന്തം മാതാവിനെ കാണാൻ വേണ്ടിയിട്ട് പോലീസ് പ്രൊട്ടക്ഷൻ വേണ്ടി വന്നിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ. കാരണം എന്താണ്? ആങ്ങളമാർ, സ്വന്തം ബ്രദേഴ്സ് അവിടെ ഗുണ്ടകളായിട്ട് മാറുകയാണ്. ഇങ്ങോട്ട് വന്നാൽ കാല് തല്ലി ഒടിക്കും എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാക്കുമ്പോൾ ഈ പോലീസിനെ വിളിച്ച് പറഞ്ഞ് അവിടെ ഇതിനുള്ള അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കിയിട്ടാണ് ലിയാക്കത്തിന് സ്വന്തം വീട്ടിൽ പോയി ഉമ്മാനെ കാണേണ്ടി വന്നിട്ടുള്ളത്. ആ അവസ്ഥ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് ഞാൻ ഈ പറയുന്നത്, അറിഞ്ഞിട്ടുള്ള ആളാണ് ഈ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മുസ്ലിങ്ങൾ തന്നെ സ്വന്തം കൂട്ടത്തിലുള്ള ആളുകളോട് മതം വിട്ടു എന്നതിൻ്റെ പേരിൽ കാണിക്കുന്ന ഈ കാഴ്ച അത് പുറത്ത് പറയാൻ ഇഷ്ടപ്പെടില്ല. കാരണം അത് മതം വളർത്താൻ ഉതകുന്ന കാര്യമല്ല, അത് മതം പൊളിക്കാൻ ഉതകുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് മിണ്ടില്ല. അതേസമയം ഇമ്മാതിരി സെൽഫിയൊക്കെ എടുത്തു കഴിയുമ്പോൾ അത് വെച്ചിട്ട് മാർക്കറ്റ് ചെയ്യും, മതത്തെ മാർക്കറ്റ് ചെയ്യും. ഇതാണ് സംഭവിക്കുക. അപ്പോൾ നമ്മളവിടെ അന്ന് പറഞ്ഞതാണ് ഇതൊക്കെ ഒരു കാപട്യമാണ് എന്ന് പറഞ്ഞു. ഇത് വെറും ഒരു കാപട്യമാണ്, ഇതൊരു സ്നേഹം അഭിനയിക്കുന്നതാണ്, ഇസ്ലാമിന് വിരുദ്ധമാണ് എന്ന് നമ്മൾ അന്നേ പറഞ്ഞാണ്. അപ്പോൾ ഇവിടെ ഈ തരത്തിൽ ഇപ്പോൾ പറഞ്ഞു വെക്കുമ്പോഴും ഇവിടെ നമ്മൾ പറഞ്ഞ ആ നിയമം എന്താണ്? ഭർത്താവ് അനുവദിച്ചാൽ മാത്രമാണ് സ്ത്രീക്ക് വീട്ടിൽ പോകാനുള്ള അനുവാദമുള്ളൂ. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമ്മൾ പറയുമ്പോൾ കുറേ ആളുകൾ വരും, ഇത് ശരിയായ ഹദീസ് അല്ല, അത് വലിയ പ്രശ്നമാണെന്നൊക്കെ പറയും. ഇത് ആദ്യമായിട്ടൊന്നുമില്ല, എനിക്കും ഉണ്ടായ സംശയം തന്നെയാണ്. ഇത് ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ? കാരണം നമ്മളിങ്ങനെയാണല്ലോ ഓരോ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. ഒരു ഹദീസ് ആരെങ്കിലും ജബ്ബാർ മാഷ് പറയുന്നത് നമ്മൾ പണ്ട് കേൾക്കുന്നു, ഒരു വിശ്വാസിയായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇങ്ങനെ ഉണ്ടോ? അപ്പോൾ ഹദീസ് അടിക്കുന്നു. അന്നൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, ഇന്ന് അത്രയും കൂടി ഇല്ല. ഇന്ന് നിങ്ങളിത് അടിക്കുക, ഗൂഗിൾ എടുത്തിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയുന്നതാണ് ഈ പ്രോസസ്സാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് ഞാൻ എപ്പോഴും പറയുന്നു. അത് തന്നെയാണ് ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്യുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്ത സാധനം എന്താണ്? അതായത് ഹസ്ബൻഡ് ഇഫ് ഡിൻ ലെറ്റ് വൈഫ് ഷീ കനോട്ട് വിസിറ്റ് ഹെർ ഫാദർ ജനാസ ഹദീസ്. ഇങ്ങനെ മാത്രം നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുക, ഇത്രയും സാധനങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യുക, അവിടെ കറക്റ്റ് സാധനം ഇങ്ങോട്ട് വരും. എന്താ പറയുക? കേട്ടോ. There is a narration, hadith, that addresses a situation very similar to the one you described, where a wife was ordered by her husband not to leave the house, and her father fell ill and died. ബാക്കി നിങ്ങൾ വായിക്കുക, സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ ഹദീസിൻ്റെ റെഫറൻസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് പോവാം, നോക്കാം, വായിക്കാം, അതിൻ്റെ മറ്റ് വശങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാം. സഹീഹാണോ ലയീഫാണോ എന്താണ് അതിൻ്റെ അവസ്ഥ ഒക്കെ നിങ്ങൾക്ക് നോക്കാം.
അപ്പോൾ ഇവിടെ ഈ ചോദ്യം ചില ആളുകൾ പണ്ട് ഇത് 2016 ഇങ്ങനെ ചോദിക്കുക, ഉസ്താദുമാർ മറുപടി കൊടുക്കുക എന്നുള്ള ഗതികേടാണ് പണ്ടുണ്ടായിരുന്നത്. ഇന്ന് അതില്ല. ഇന്ന് ഇത് AI തന്നെ നിങ്ങൾക്ക് ഉത്തരം കൊണ്ടു തരും. അതെവിടെയാണോ ഉള്ളത് അവിടുന്ന് നിങ്ങൾക്ക് പൊക്കി എടുത്ത് നിങ്ങളുടെ മുന്നിൽ കൊണ്ടിട്ട് തരും. ചാത്തന്മാരുണ്ട്, AI ചാത്തന്മാരുണ്ട്, AI ജിന്നുകൾ, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. AI ജിന്ന് നിങ്ങൾ വിചാരിക്കണ മാതിരിയില്ല, ഭയങ്കര പവർഫുള്ളാണ്. സിമ്പിളാണ്, പക്ഷേ ഭയങ്കര പവർഫുള്ളാണ് AI ജിൻ. അപ്പോൾ ഇവിടെ ഈ സാധനം ഒരാൾ ചോദിച്ചിരിക്കുകയാണ്, ഈസ് ദിസ് ഫോളോയിങ് ഹദീസ് ഒത്തൻറ്റിക് എന്ന് ചോദിച്ചിരിക്കുകയാണ്. എന്നിട്ട് കുറേ അറബിയിൽ കുറേ സാധനമൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആ ഹദീസിൽ പറഞ്ഞിരിക്കണത് നമുക്കൊന്ന് നോക്കാം. ആൻസർ: ദ വേർഷൻ വിച്ച് യു ഹാവ് സൈറ്റഡ് അബവ് ഹാസ് ബീൻ ട്രാൻസ്മിറ്റഡ് വിത്ത് എ വെരി വീക്ക് ചെയിൻ. അപ്പോൾ ഇതൊരു വളരെ വീക്ക് ആയിട്ടുള്ളൊരു ഹദീസാണെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും വീക്കായിട്ടുള്ളതാണെങ്കിൽ പിന്നെ ഓക്കെ, അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ, പിന്നെ നമ്മൾ തള്ളുക ഇതാണല്ലോ. പക്ഷേ എന്താ പറയണത് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇതിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഹദീസ്, അതിൻ്റെ സൊല്യൂഷനും അതിൻ്റെ സോഴ്സും സാധനമൊക്കെ എഴുതിയിട്ട്, ഹൗവർ ഇമാം തബറാനി has recorded a very similar narration with a weak chain. This version may be quoted instead എന്ന് പറഞ്ഞിട്ട് താഴെ അതിൻ്റെ ഒരു വേർഡിങ്സ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ സയ്യിദുന അനസ് ഇബ്നു മാലിക് റിപ്പോർട്ട്സ്. എന്താണ് ആൾ പറഞ്ഞിരിക്കുന്നത്? റളിയല്ലാഹു അൻഹു, എ മാൻ ലെഫ്റ്റ് ഹോം ആൻഡ് ഓർഡർഡ് ഹിസ് വൈഫ് നോട്ട് ടു ലീവ് ഹെർ ഹൗസ്. അതായത് ഒരു ആള് പുറത്തേക്ക് പോയി, ഭർത്താവ്, എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു പോകാൻ നേരത്ത് ഇജ്ജ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോയി. ഇൻ ഹിസ് ആബ്സെൻസ് ഹെർ ഫാദർ ലിവ്ഡ് ഓൺ ദ ബോട്ടം ഫ്ലോർ ആൻഡ് ഷീ ലിവ്ഡ് അബവ്. അതായത് സ്വന്തം വീടിൻ്റെ താഴെ വാപ്പയും ഈ പെണ്ണ് മുകളിലും ഇങ്ങനെയാണ് താമസിക്കുന്നത്. ഹെർ ഫാദർ ബിക്കേം ഇൽ. അപ്പോൾ അന്നും 2 നില വീടുകളുണ്ട്. ചെറ്റക്കുടിൽ മാത്രമല്ല, ചെറ്റക്കുടിൽ ആ വാക്ക് നിങ്ങളൊന്ന് നോട്ട് ചെയ്തോളൂ, നമുക്ക് ആവശ്യം വരും. ഹെർ ഫാദർ ബിക്കേം ഇൽ. ഷീ സെൻഡ് എ മെസ്സേജ് ടു നബി, അതായത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളുടെ നമ്മളെ രണ്ടും തന്നെയാണ്, ഫേക്ക് ഐഡിയ ആണല്ലോ. നബിക്ക് ഒരു മെസ്സേജ് അയച്ചു. എന്താണ് അയച്ചത്? ഇൻഫോമിങ് ഹിം ഓഫ് ഹെർ ഫാദർസ് സിക്നെസ്, സീക്കിംഗ് പെർമിഷൻ ടു ഗോ അഗെയിൻസ്റ്റ് ഹെർ ഹസ്ബൻഡ്സ് കമാൻഡ് ആൻഡ് ടേക്ക് കെയർ ഓഫ് ഹെർ ഫാദർ. അതായത് ബാപ്പാക്ക് സുഖമില്ല, എനിക്ക് കെയർ കൊടുക്കേണ്ടതുണ്ട്, അപ്പോൾ പോകാമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം വീട്ടിലെ ബാപ്പാക്ക്, സ്വന്തം അച്ഛന് അമ്മയ്ക്ക് അസുഖം വരുമ്പോൾ ശുശ്രൂഷ നൽകാൻ വേണ്ടിയിട്ട് എനിക്ക് ശുശ്രൂഷ നൽകാനുള്ള ഒരു അനുവാദമുണ്ടോ നബിയെ എന്ന് ചോദിക്കുന്നൊരവസ്ഥ. ഇത് ഏതെങ്കിലും മതത്തിലുണ്ടോ ഇങ്ങനെ ഒരു അവസ്ഥ? എനിക്ക് അറിയാൻ പാടില്ല എന്ന് ചോദിക്കാൻ കേട്ടോ. ഹിന്ദു മതത്തിൽ അങ്ങനെ ഉണ്ടോ? സ്വന്തം അച്ഛനൊരു പ്രശ്നം ഉണ്ടായാൽ എൻ്റെ അച്ഛനെ ഞാനൊന്ന് ശുശ്രൂഷിച്ചോട്ടെ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട്. ഇപ്പോൾ എനിക്ക് എൻ്റെ ബാപ്പാക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എനിക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ്. ഇത് ഈ തരത്തിലുള്ള മനുഷ്യ സഹജമായ വളരെ നോർമലായിട്ട് നിലനിൽക്കുന്ന കാര്യങ്ങൾ പോലും മതനിയമങ്ങൾ കൊണ്ട് തടയുന്ന ഒരവസ്ഥ, അതായത് വളരെ ശരിയായ കാര്യങ്ങൾ അത് തടയുന്ന ഒരവസ്ഥ മതങ്ങൾക്കുണ്ട്. വളരെ തെറ്റായ കാര്യങ്ങൾ മതം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ചെയ്യിക്കുന്ന അവസ്ഥയും മതങ്ങൾക്കുണ്ട്. ഇതാണ് ഈ മതങ്ങൾ കൊണ്ടുള്ള കുഴപ്പം. ചില മതങ്ങൾ അതിനകത്ത് പേപ്പട്ടി മതമാകുമ്പോൾ അത് വലിയ രൂക്ഷമായ പ്രശ്നമായിട്ട് മാറും. ഇതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇസ്ലാമിൻ്റെ ഈ പറയുന്ന അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. സ്വന്തം ബാപ്പാനെ ശുശ്രൂഷിക്കാൻ വേണ്ടി അനുവാദം ചോദിക്കുകയാണ് കാണുന്നത്. അപ്പോൾ അവിടെ നബി കൊടുക്കണം എന്താണ്? മോളെ വേഗം പോയി നോക്ക്, മൂപ്പർക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവും, വേഗം പോയി എന്തെങ്കിലും ചെയ്യുന്നതാണോ നബി പറയണത്? അല്ല. നബി എന്താ പറഞ്ഞെന്നാൽ കള്ള ഹദീസിൽ പറയുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന വളരെ വീക്കായ ഹദീസിൽ എന്താ പറയുന്നത്? റെസ്പോണ്ടഡ്, ഒബേ യുവർ ഹസ്ബൻഡ്, നീ നിൻ്റെ ഭർത്താവിനെ അനുസരിക്കുക. ദെയർ ആഫ്റ്റർ ഹെർ ഫാദർ പാസ്ഡ് അവേ. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിച്ചു, അച്ഛൻ എന്ന് പറഞ്ഞ പ്രശ്നം, ബാപ്പ മരിച്ചു. സോ ഷീ സെൻഡ് എ മെസ്സേജ് ടു നബി. വീണ്ടും അടുത്ത കത്ത് എഴുതി. എന്താണ് കത്ത്? അല്ലെങ്കിൽ മെസ്സേജ് അയച്ചു, SMS ആയിരിക്കില്ല എന്തായാലും, പോട്ടെ. സീക്കിംഗ് പെർമിഷൻ ടു അറ്റൻഡ് ഹിസ് ജനാസ. അതായത് ആ ബാപ്പാൻ്റെ മയ്യത്ത് അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ള എന്തു പറഞ്ഞു? എന്നാൽ അതെങ്കിലും പോയി കാണ്, ശവമെങ്കിലും പോയി കാണുന്നാണോ നബി പറഞ്ഞല്ല. അഗെയിൻ റെസ്പോണ്ടഡ്, ഒബേ യുവർ ഹസ്ബൻഡ്, ഇതാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കള്ള ഹദീസിൽ അല്ലെങ്കിൽ ഈ ഒരു വീക്ക് ഹദീസിൽ എന്താണ് പറയുന്നത്? വാപ്പ മരിച്ചാൽ പോലും നബി വിട്ടിട്ടില്ല, സ്വന്തം ബാപ്പ മരിച്ചിട്ട് പോലും. ഇതാണ് അവിടെ കാണിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് തെറ്റായ ഹദീസല്ല, ഇത് വീക്കായ സാധനങ്ങൾ, ഇതൊക്കെ എന്തിനാണ് നമ്മൾ എടുക്കണേ എന്നാണ് നമ്മൾ വിചാരിക്കുക. എന്നാൽ ഇതിൻ്റെ താഴെ എന്താ പറയുന്നത്? ഡെസ്പൈറ്റ് ദ വീക്ക്നെസ് ഓഫ് ദിസ് വേർഷൻ ഇറ്റ് മേ ബി കോട്ടഡ് ടു എൻകറേജ് ദ ഒബീഡിയൻസ് ടുവേർഡ്സ് ദ ഹസ്ബൻഡ്. അപ്പോൾ നമ്മളുടെ ഹസ്ബൻഡിനോടുള്ള, അതായത് ഭർത്താക്കന്മാരോടുള്ള വിധേയത്വം, അടിമത്തം, അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഈ ഹദീസ് എടുക്കുകയാണ്. ഇതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഈ സാധനം ഇതുപോലുള്ള അത്യാവശ്യ ഘട്ടങ്ങളിൽ ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് വളരെ തെറ്റാണെന്ന് അവർക്ക്, അല്ലെങ്കിൽ ഇത് ശരിയല്ല, ഇത് വീക്കാണെന്ന് തോന്നിയിട്ട് പോലും ഇവർ ഈ സാധനം പൊക്കിക്കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന അതാണ്, ഇത് കൊള്ളൂല, അത് വീക്ക് ചെയിൻ ആണെന്നുണ്ടെങ്കിൽ ഈ സാധനം അങ്ങ് എടുത്ത് ചവറ്റുകൊട്ടയിൽ എടുക്കുക, സെലക്ട് ഓൾ ഡിലീറ്റ്, ഇതല്ലേ ചെയ്യേണ്ടത്. അതെന്താ ചെയ്യാത്തത്? പിന്നെ എന്തിനാ ഇത് വെച്ചുകൊണ്ടിരിക്കണത്? ഇതാണ് നമ്മൾ ചോദിക്കണേ.
എന്നാൽ ഇതിങ്ങനെ എഴുതി വെച്ചത് ആരെങ്കിലും ഏതെങ്കിലും ഒരു മൊല്ലാക്കിക്ക് തോന്നിയ അഭിപ്രായം കൊടുത്തതാണ്. അല്ല, ഇത് ഫത്വകളിൽ പോലും ഇത് കൊടുക്കുകയാണ് ഇത് ഒരു കാരണമായിട്ട്. കാരണം എന്താണ്, ഇതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ആൻസറാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ആ ചോദ്യം ഇതാണ്: ഇസ് ഇറ്റ് പെർമിസിബിൾ ടു ഒബേ വൺസ് ഹസ്ബൻഡ് ഇഫ് ഹി ഡസ് നോട്ട് വാണ്ട് ഹിസ് വൈഫ് ടു വിസിറ്റ് ഹെർ ഫാമിലി? അതായത് സ്വന്തം വീട്ടിലേക്ക് പോകാൻ അനുവദിക്കാത്ത ഒരു ഭർത്താവിനെ അനുസരിക്കേണ്ട കാര്യമുണ്ടോ, ഇതാണ് ചോദിക്കുന്നത്. അപ്പോൾ വീട്ടിലേക്ക് പോകാമോ എന്നല്ല ചോദിക്കുന്നത്, പോകാൻ അനുവദിക്കാത്ത ഭർത്താവിനെ അനുസരിക്കേണ്ട കാര്യമുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 87838. ഇതൊരു 834. ഇതൊരു ഫത്വ ഇങ്ങനെ എടുത്ത് ക്രോഡീകരിച്ച് ഇങ്ങനെ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൻ്റെ ബേസിസിൽ ഉത്തരം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളുടെ ഇസ്ലാം QA എന്ന് പറയുന്ന വെബ്സൈറ്റ്. അവിടെ ഇതിന് ഉത്തരം കൊടുത്തിരിക്കുമ്പോൾ അതിൻ്റെ ആകത്തുക ഇതാണ്: സമറി ഓഫ് ദ ആൻസർ. എന്താണ് കൊടുത്തിരിക്കുന്നത്? അതായത് ഈ ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത്: ഇൻ ഇസ്ലാം എ വൈഫ് ഷുഡ് നോട്ട് ലീവ് ഹെർ ഹോം വിതൗട്ട് ഹെർ ഹസ്ബൻഡ്സ് പെർമിഷൻ. ഭർത്താവിന് അനുമതിയില്ലാതെ പുറത്തു പോകാൻ പാടില്ല. ഈവൻ ടു വിസിറ്റ് ഹെർ പാരൻസ്, അത് സ്വന്തം പാരൻസിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ആണെങ്കിൽ പോലും. ഹവർ, അവിടെയാണ് നമ്മളെ കളി വരുന്നത്. സ്കോളേഴ്സ് ഡിഫർ, അതായത് ചില പണ്ഡിതന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് ഒരു പുതുമയുള്ള കാര്യമല്ലല്ലോ. ഇതിപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഭാര്യയെ തൊട്ടാൽ ഒതു മുറിയോ ഇല്ലേ, അതുപോലും പണ്ഡിതന്മാർ തമ്മിൽ കച്ചറയാണ്. നിസ്കരിക്കുമ്പോൾ കൈ അവിടെ കെട്ടണം, അത് തമ്മിൽ കച്ചറയാണ്. ഏത് പ്രാർത്ഥനയിലാണ്, അത് തമ്മിൽ കച്ചറയാണ്. ഇങ്ങനെ എന്തെല്ലാം ഏത് സാധനം ഇസ്ലാമിൽ എടുത്തു കഴിഞ്ഞാലും കച്ചറയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലും കച്ചറയാണ്. അപ്പോൾ ഈ കച്ചറയ്ക്ക് കാരണം എന്താണെന്ന് അന്വേഷിച്ച് വെറുതെ തല പുകഞ്ഞിട്ട് കാര്യമില്ല. ഏത് വിഷയം എടുത്താലും കച്ചറയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതും വലിയ കച്ചറ ഉണ്ട്. അതേതാണ്? ഷിയ സുന്നി. അന്ന് മുതൽ തുടങ്ങിയ കച്ചറയാണ്. ആയിഷയെ കല്ലെറിഞ്ഞ് കൊല്ലണോ വേണ്ടേ എന്ന് തുടങ്ങിയത് ആണ് അതിൻ്റെ പ്രധാന കാരണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആയിഷ വ്യഭിചരിച്ചു, അല്ലെങ്കിൽ ആയിഷ സഫ്വാനുമായിട്ടുണ്ടായുള്ള ആ ഡിങ്കോൾഫി, അതുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള പ്രശ്നം അന്ന് തുടങ്ങിയതാണ് ഈ ഷിയ സുന്നി. അപ്പോൾ ഇവിടെ ചില മറ്റേ വോക്ക് ഉണ്ണാക്കന്മാർ വന്ന് പറയാറുണ്ട് ഇതൊക്കെ സാമ്രാജ്യത്വമാണ് ഈ സാധനത്തിന് കാരണമെന്ന്. സാമ്രാജ്യത്വം അന്നുണ്ടായിരുന്നോ ഈ സുന്നി ഷിയ പ്രശ്നം തുടങ്ങിയ സമയത്ത്? അതിന്നും തുടരുകയല്ലേ. അപ്പോൾ നിങ്ങളൊക്കെ ഈ പറയുന്ന സാധനം അവിടെ ഈ പറയുന്ന സാമ്രാജ്യത്വ ശക്തികൾക്ക് ഉപയോഗിക്കാൻ പാകത്തിന് അവിടെ ഒരു ഫോൾട്ട് ലൈൻ അത് ഓൾറെഡി ഇസ്ലാമിലുള്ള കാര്യം നിങ്ങൾ എന്തേ മറന്നു പോകുന്നതെന്നാണ് ഞാൻ എപ്പോഴും ചോദിക്കാറുള്ളത്. നിങ്ങളത് കാണാൻ ശ്രമിക്കാറില്ല. നിങ്ങൾ സൗകര്യപൂർവ്വം അതങ്ങ് മാറ്റി വെക്കും, എന്നിട്ട് ബാക്കിയുള്ളത് മാത്രം എടുക്കും. അപ്പോൾ നോക്കുമ്പോൾ ശരിയാണല്ലോ എന്ന് ആർക്കായാലും തോന്നും. ആളെ പറ്റിക്കുന്ന പരിപാടിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ചില ഈ റെഡിറ്റിലൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ ചില ആളുകൾ എനിക്ക് ലിങ്കൊക്കെ അയച്ചത് ഞാൻ പോയി നോക്കുമ്പോൾ കാണുന്ന എന്താണ്? ഒരു എക്കോ ചേമ്പർ, കുറേ വോക്ക് ഉണ്ണാക്കന്മാർ ഇരുന്നിട്ട് നടത്തുന്ന ഒരു എക്കോ ചേമ്പർ. അതിനപ്പുറത്തേക്ക് അതിന് ഒരു അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ചിരി വരും. സംഘി ഫണ്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞു ഞാനിങ്ങനെ ആലോചിക്കും, ഓഹോ ഇതൊക്കെ വളരെ ആധികാരികമായിട്ടാണ് അവർ പറയുന്നത്, വല്ല തെളിവുണ്ടായിട്ടാണ് പറയുന്നത് പോട്ടെ. ഇത് ഇനി സംഘി ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയണ്ട, ആദ്യം ആ ഫണ്ട് കുറച്ച് ഈ ഹാദിയാക്ക് കൊണ്ട് കൊടുക്കണമായിരുന്നു എന്നാണ് ഞാൻ എപ്പോഴും പറയാം. എനിക്ക് കിട്ടിയെങ്കിൽ ഞാൻ അവർക്ക് കൊണ്ട് കൊടുത്തേനെ. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ സംഘിയെ കൂട്ടുപിടിച്ചും വേണമെങ്കിൽ ഈ പറയുന്ന ഇസ്ലാമത വിമർശനം നടത്താനുള്ള ഒരു അനുവാദം എനിക്കിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ വൈകാതെ കാണിച്ചു തരാം എന്താണ് അനുവാദം എന്നുള്ളത്. അപ്പോൾ ബാക്കി നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ അതെ കാണുന്നത് എന്താണ്? ഈ പറയുന്ന ഉസ്താദുമാർ തമ്മിലുള്ള കച്ചറ, പണ്ഡിതന്മാർ തമ്മിലുള്ള കച്ചറ. അപ്പോൾ ഇവിടെ കാണുന്നത് എന്താണ്? ഹനഫീസ് ആൻഡ് മാലിക്കി സേ ദ ഹസ്ബൻഡ്സ് കനോട്ട് പ്രിവെൻറ്റ് ഹർ ഫ്രം വിസിറ്റിംഗ് ഹർ പാരൻസ് വൈൽ ദ ഷാഫി ആൻഡ് ഹംബലീസ് സേ ഹി ക്യാൻ. അതായത് 4 മദ്ഹബുകൾ ഉണ്ടെന്നാണല്ലോ പറയുക. അതിനകത്ത് 2 പേർക്ക് ഇത് പ്രശ്നമാണ്, എന്നാൽ 2 പേർക്ക് ഇത് പ്രശ്നമല്ല, ഭർത്താവിനെ തടയാം എന്നാണ് പറയുന്നത്. അപ്പോൾ അൺലെസ് ഹാം റിസൾട്ട്സ് ഫ്രം ഫോർബിഡിങ് ഹെർ, ബാക്കി പിന്നെ കുറേ റീസൺ. അപ്പോൾ ഈ തടയാമെന്ന് പറയുന്ന സാധനം അതിന് അവരുപയോഗിക്കുന്നത് എന്താണ്? ഇതേ സാധനങ്ങളൊക്കെ തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. ഇത് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ തരത്തിലുള്ള സാധനങ്ങൾ അവർ അവിടെ കോട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇമാതിരി പിന്തിരിപ്പ സാധനങ്ങളാണ് അവരതിന് ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾ പറയും, ഇതൊക്കെ വെച്ചിട്ട് ഒരു സാധനം ഇവിടെ നടക്കുമ്പോൾ അത് മറ്റു മതങ്ങളിൽ ഇല്ലാതെ ഉള്ള സാധനങ്ങൾ ഇതിനകത്ത് കൂടുതൽ കാണുന്ന രീതിയിലേക്ക് വരുമ്പോൾ ഇതിനെ നമ്മൾ പേപ്പട്ടി മതം എന്ന് വിളിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ പേപ്പട്ടി മതം എന്ന് വിളിക്കുന്നത്. ഒരുപാട് മതമുണ്ട്, എല്ലാ മതം പോലെ ഒരു മതം എന്ന് പറഞ്ഞാലൊന്നും ശരിയാവില്ല എന്ന് പറയുന്നത് കൊണ്ട് ഈ മതത്തിന് കുറച്ച് എക്സ്ട്രാ ബോൺ ഉണ്ട്, എക്സ്ട്രാ ചില തേറ്റപ്പല്ലുകളുണ്ട്, ചില മുള്ളുകളുണ്ട്. ഇത് തന്നെയാണ് ഇതിൻ്റെ കുഴപ്പം. അതുകൊണ്ടാണ് നമ്മളിതിനെ പേപ്പട്ടി മതം എന്ന് വിളിക്കുന്നത്. ഇറ്റ്സ് എ റാബിഡ് റിലീജിയൻ. ഇത് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു അമ്മ മരിച്ചാൽ പോലും അതിന് പോലും അനുവദിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന മത അധ്യാപനം നിലനിൽക്കുകയും അത് ശിരസാവഹിക്കുന്ന ഒരു തലത്തിലേക്ക് ആ വ്യക്തിയെ ഇതുപോലെ പരുവപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അടിമത്ത മനോഭാവം വെച്ച് കൽപ്പിക്കുന്ന ഒരു മതം, അടിമത്തത്തിൻ്റെ മതം, സബ്മിഷൻ്റെ മതം. ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ ഇസ്ലാമിനെ വലിയ കുഴപ്പമായിട്ട് കാണുന്നത്. അത് ഇന്ന് നിലനിൽക്കുന്നു, അത് ഇന്നും ആചരിക്കപ്പെടുന്നു എന്നുള്ളിടത്താണ് ഇത് കൂടുതൽ കുഴപ്പമായിട്ടാണ് നിലനിൽക്കുന്ന മതമാണ് എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക.
മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.